മാണി സാറിന് കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി. കെ മാണിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് തിരിച്ചു. 12 മണിയോടെ കോട്ടയത്തെ കേരള കോൺഗ്രസ് ആസ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് തിരുനക്കര മൈതാനത്തും പൊതുദർശനം ലഭിക്കും. വൈകിട്ട് ജന്മനാടായ പാലായിലെ ടൗൺ ഹാളിലും അന്ത്യോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളെത്തും. നാളെ 3:30 പാലാ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി വിലാപയാത്രയ്ക്കൊപ്പം MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, എവിടെ എത്തി? ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? ഗോപി, കെ മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ തൃപ്പൂണിത്തുറ ആർട്സ് കോളേജ് ഭാഗം കടന്നിരിക്കുന്നു. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 12 മണിയോടുകൂടി കോട്ടയത്ത് എത്താനാണ് പദ്ധതിയിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ 11:30 അടുക്കുമ്പോൾ തൃപ്പൂണിത്തുറ താണ്ടാൻ പോലും വാഹനത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ ഗതാഗത കുരുക്കും ഒപ്പം വഴിയരികിൽ കെ മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകൾ തടിച്ചുകൂടുകയും ചെയ്ത സാഹചര്യത്തിൽ ഉദ്ദേശിച്ച വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടത്തും ആളുകൾ വലിയ കൂട്ടങ്ങളായി കെ മാണിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും തൃപ്പൂണിത്തുറ നഗര മധ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക KSRTC വാഹനം നീങ്ങുന്നത്. വലിയൊരു വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയുണ്ട്, പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയുണ്ട്. മറ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം ആളുകൾ തന്നെ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നു. മൃതദേഹത്തിനൊപ്പം കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് ചെയർമാനായ PJ ജോസഫ്, കെ മാണിയുടെ മകനായ ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ MLA, മോൻസ് ജോസഫ് MLA അടക്കമുള്ള നിരവധി മുതിർന്ന UDF നേതാക്കൾ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ എന്നിവരെല്ലാം ആ വാഹനത്തിൽ ഉണ്ട്. ഇതിന് ശേഷം ഇപ്പോൾ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു 2 മണിയിലും ആവാതെ കോട്ടയത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര എത്താൻ സാധ്യതയില്ല. എന്തായാലും നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും ഏറെ വൈകിയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോപി, അനീഷാണ് വിലാപയാത്രയ്ക്കൊപ്പം ഇപ്പോൾ അനുഗമിച്ചുകൊണ്ടിരുന്ന വിവരങ്ങൾ നൽകിയത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വിലാപയാത്ര പോകുന്നിടങ്ങളിൽ, വഴിയോരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ, അനുയായികൾ അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചിലയിടങ്ങളിലൊക്കെ ആൾക്കാർ നിൽക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും 12 മണിയോടുകൂടി കോട്ടയത്തെത്തും എന്ന് പറഞ്ഞത് ഏതായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ തൃപ്പൂണിത്തുറ വരെ എത്തിയിട്ടുള്ളൂ എന്ന് മനസ്സിലാവണോ. പാറയിൽ നിന്നും ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, കോട്ടയത്തേക്കുള്ള വിലാപയാത്ര ഇപ്പോൾ തൃപ്പൂണിത്തുറ വരെ എത്തിയിട്ടുള്ളൂ. പാലയിലെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോഴുള്ളത് കെ മാണിയുടെ പാലായിലെ വസതിയിലാണ്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പന്തൽ ഉൾപ്പെടെ സജ്ജീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി വീട്ടിലെത്തിക്കുമെന്നാണ് നിലവിൽ പറഞ്ഞിരുന്നത്. അത്തരമൊരു ക്രമീകരണമാണ്, അത്തരമൊരു സമയക്രമമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 6 മണിക്ക് എത്തിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വിലാപയാത്ര ഇവിടെ വരെ എത്തുന്ന സമയം മാത്രമല്ല, ആദ്യം മരങ്ങാട്ടുപള്ളിയിലെ തിരുനക്കരയിലും കോട്ടയത്തും അതിനുശേഷം മരങ്ങാട്ടുപള്ളിയിലും എത്തിച്ച ശേഷം മരങ്ങാട്ടുപള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സ്വദേശമാണ്. അവിടെ എത്തിച്ച ശേഷമാണ് പാലായിലേക്ക് എത്തിക്കുന്നത്. പാലായിൽ ആദ്യത്തെ പൊതുദർശനം പാലാ ടൗൺ ഹാളിലാണ്. പാലാ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവരിക. പാലാ ടൗൺ ഹാളിൽ ഇത് വൈകുന്നേരം 4 മണി എന്നാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം. എന്നാൽ അതിൽ നിന്നും ഏറെ വൈകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതിനുശേഷം അത് വീട്ടിലെത്തിക്കുമ്പോൾ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം ഇന്ന് വൈകുന്നേരം 6 മണിയാണ്. പക്ഷേ ഇത് വൈകും. വീട്ടിലെത്തിക്കുമ്പോൾ ആദ്യം വീട്ടിനുള്ളിലെ ഹാളിലായിരിക്കും, ഡൈനിങ് ഹാളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടത്തുക. ഇന്ന് രാത്രി മുഴുവൻ വീട്ടിനുള്ളിലെ ഡൈനിങ് ഹാളിലായിരിക്കും. രാവിലെ 10 മണിയോടുകൂടി ഈ വരാന്തയിലേക്ക് മാറ്റും. ഈ വീടിന് മുൻവശത്തെ ഈ സ്ഥലത്തേക്ക് മാറ്റും. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ വൈകുന്നേരത്തോടുകൂടി ഏർപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകർ, അനുയായികൾ ഒക്കെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇവിടെയുണ്ട്. രാവിലെ മുതൽ അത്തരം ആളുകൾ ഒറ്റയ്ക്കും മറ്റുമായി ഒക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആരും ഇന്നിവിടെയില്ല. കാരണം അദ്ദേഹം മൃതദേഹത്തോടൊപ്പവും എറണാകുളത്തെ ആശുപത്രിയിലും ഒക്കെ ആയിരുന്നു. അതിനുശേഷം
അതിനുശേഷം മൃതദേഹത്തോടൊപ്പം മാത്രമേ ബന്ധുക്കൾ എല്ലാം ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ. ഇവിടെ പാർട്ടി പ്രവർത്തകരും അനുയായികളും ഒക്കെ ആണ് ഇവിടെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. പന്തൽ ഈ വീടിൻ്റെ മുറ്റം മുഴുവൻ പന്തൽ കെട്ടുന്ന പ്രവർത്തനം ആണിപ്പോൾ നടക്കുന്നത്. അത്തരമൊരു ക്രമീകരണത്തിന് ശേഷമാകും ബാക്കി മൃതദേഹം കിടത്താനുള്ള സജ്ജീകരണം എല്ലാം ഏർപ്പെടുത്തുക. നാളെ രാവിലെ 10 മണി മുതൽ പാലാക്കാർക്ക് അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. വീട്ടിലും ഇന്ന് രാത്രി മുഴുവൻ സമയവും വീട്ടിലും അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. കാരണം അദ്ദേഹം പാലാക്കാരനാണ്, പാലായുടെ ജനപ്രതിനിധിയാണ്. ഏതാണ്ട് 54 വർഷമാണ്, സുദീർഘമായ കാലയളവാണ്. 54 വർഷം പാലായുടെ ജനപ്രതിനിധിയായിരുന്നു, പാലായുടെ മാത്രം ജനപ്രതിനിധിയായിരുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തെ ഇത്രയധികം സ്നേഹിച്ച ഒരു നേതാവ്, ഇത്രയധികം നിയമസഭയിൽ പ്രതിനിധീകരിച്ച മറ്റൊരു നേതാവുമില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും. നിയമസഭയിൽ കഴിഞ്ഞ 13 വട്ടം തുടർച്ചയായി അദ്ദേഹം ജനപ്രതിനിധിയായിരിക്കുമ്പോൾ അത് ഒരു വലിയ റെക്കോർഡാണ്. മാത്രം നിരവധി റെക്കോർഡുകളുടെ ഉടമയാണ് അദ്ദേഹം. ധനകാര്യമന്ത്രിയായിരുന്നു, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, ദീർഘനാൾ നിയമവകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പവും UDF-നൊപ്പവും ഒക്കെ അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്. നിരവധി വിവാദങ്ങളിലും അകപ്പെട്ടു. ബാർക്കോഴയടക്കം അത്തരം നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പമല്ല, ഏറ്റവും നിർണായകമായ അദ്ദേഹം നേരിട്ട തിരഞ്ഞെടുപ്പ് 2016 തിരഞ്ഞെടുപ്പായിരുന്നു. നിരവധി ആരോപണങ്ങളുടെ മുഖത്ത് നിന്നാണ് അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അന്നും പാല അദ്ദേഹത്തോടൊപ്പം നിന്നു. കേരളം മുഴുവൻ, രാഷ്ട്രീയ രംഗം മുഴുവൻ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു അത്. അന്ന് പോലും പാല അദ്ദേഹത്തിന് 5000 വോട്ടിലധികം ഭൂരിപക്ഷം നൽകിയാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പാല എന്നാൽ മാണിയും, മാണി എന്നാൽ പാലായുമാണ്. പാലായോട് മാണിക്കും സ്നേഹമാണ്, മാണിക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. പാലായ്ക്ക് തിരിച്ച് മാണിയോടും സ്നേഹമാണ്. ആ സ്നേഹം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, നിരന്തരമായി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മാണിയോടുള്ള KM മാണിയോടുള്ള പാലായുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസാന നിമിഷങ്ങളാണ് ഇനി കടന്നു വരാനിരിക്കുന്നത്. അത് ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യം മരങ്ങാട്ടുപള്ളിയിൽ നിന്നും പാലാ ടൗൺ ഹാളിലേക്ക് എത്തിക്കും. അവിടെ നിരവധി പേർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷമാകും അദ്ദേഹം നിർമ്മിച്ച ഈ വീട്ടിലേക്ക്, അദ്ദേഹം ജീവിച്ച ഈ വീട്ടിലേക്ക് എത്തിക്കുക. കാരണം ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം വീട് ഓഫീസാക്കിയും മറ്റുമെല്ലാം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭൂരിപക്ഷം കാലഘട്ടവും, അല്ലെങ്കിൽ ഒരു കാലഘട്ടം മുഴുവൻ കടന്നുപോയത്. അദ്ദേഹത്തെ കാണാൻ ഈ നാട്ടിലുള്ള ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ മറ്റെല്ലാ ഒരു വിവേചനവും കൂടാതെ ആളുകൾ കടന്നു വന്നത് ഈ വീട്ടിലേക്കായിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഓരോരുത്തരുടെയും സങ്കടങ്ങൾ കേട്ടത്, ആവശ്യങ്ങൾ കേട്ടത്, ആവശ്യങ്ങൾ അറിഞ്ഞ് അദ്ദേഹം പെരുമാറിയത്. ജനപ്രതിനിധി എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ എല്ലാം അദ്ദേഹം ഇടപെട്ടു. അഭിഭാഷകനായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം ഒരു കാലഘട്ടം മുഴുവൻ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അങ്ങനെ അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഏറ്റവും ഉചിതമായ രീതിയിൽ ഏറ്റവും വിടവാങ്ങൽ നൽകാനാണ് പാല തയ്യാറെടുത്തിരിക്കുന്നത്. അത്തരമൊരു വിടവാങ്ങലിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പാല സെൻറ് തോമസ് കത്തീഡ്രലിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. ഇതിനുശേഷം പള്ളി സെമിത്തേരിയിൽ സംസ്കാരവും നടക്കും. ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉടനെ ആരംഭിക്കും. സെമിത്തേരിയിലടക്കമുള്ള രാവിലെ ആരംഭിക്കും. രാവിലെ വിവിധ ഇടങ്ങളിൽ നിന്നും കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പാലായിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തിയിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് പലരും മടങ്ങുന്നത്. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അത്തരമൊരു നിയോഗവുമായാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതും. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ വീണ്ടും ഇവരെല്ലാം കടന്നു വരും. ഇവിടെ ഒരു ജനസാഗരമാകും. പാലാ മുഴുവൻ പാലായിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കരിങ്ങോഴക്കൽ വീട്ടിൽ ഉണ്ടാകും. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അവസാനമായി ഒന്ന് കാണാൻ, അഭിവാദ്യം അർപ്പിക്കാൻ എല്ലാം ഉണ്ടാവും. നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പാലായിലെ ജനങ്ങൾക്കൊപ്പം ഇവിടെയുണ്ടാകും. ഗോപി. പാലയിൽ നിന്നും ശ്യാമം ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുനക്കര മൈതാനിയിൽ നിന്നും ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ ഉള്ള വിലാപയാത്ര നേരെ അവിടേക്കാണോ എത്തുക, അതോ കേരള കോൺഗ്രസിൻ്റെ ഓഫീസിലേക്കാണോ പോവുക? എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, വിശദാംശങ്ങൾ?
ഗോപി, നേരെ വിലാപയാത്ര കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വയസ്കര, ഇവിടുന്ന് ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയുള്ള വയസ്കര കുന്നിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് എത്തുക. പക്ഷേ അവിടെ അരമണിക്കൂർ മാത്രമാണ് പൊതുദർശനം ഉണ്ടാകുക. ഇവിടെ പൊതുദർശനം പ്രധാനമായും ഈ നടക്കുന്നത് തിരുനക്കര മൈതാനിയിലാണ്. അതിനായിട്ടുള്ള വേദി ഏതാണ്ട് പൂർണ്ണമായും സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വേദിയിൽ KM മാണിയുടെ ചിത്രമടങ്ങിയ വലിയ ഫ്ലെക്സ് ബോർഡും വെച്ച് കഴിഞ്ഞു. പ്രിയ മാണി സാറിന് കണ്ണീരോടെ വിട എന്ന് രേഖപ്പെടുത്തിയ ഫ്ലെക്സ് ബോർഡും ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ, അല്പസമയം എന്നത് വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 12 മണിയാണ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സമയം. ഇവിടെ നിരവധി പേർ ഇതിനകം തന്നെ എത്താൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഇവരുടെയൊക്കെ ഒരു പ്രതികരണം ചോദിക്കാൻ കഴിയും എന്ന് കരുതുന്നു. പല സ്ത്രീകളടക്കമുള്ളവർ ഇവിടെയുണ്ട്. മാണിസാറുമായിട്ട് നേരിട്ട് പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തെ കാണാം എന്ന്, അദ്ദേഹത്തോടൊരു ഇഷ്ടം അങ്ങനെയുണ്ടോ നേതാവെന്നുള്ളതിന്? ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം വന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിനെ കാണുന്നത്? ഒരുപാട് ദുഃഖമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിനെ കാണുന്നത്? ഇന്നലെ എല്ലാം പറഞ്ഞെല്ലാം അറിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ വന്നതാ ഞാൻ. എവിടെയാ വീട്? എവിടെയാ? വിന്തരിക്കുന്ന ചുങ്കം കഴിഞ്ഞ. നേരത്തെ മാണിസാറുമായിട്ട് പരിചയം, എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? അങ്ങനൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു വണ്ടി അപകടം ഉണ്ടായിട്ട് പോലും എനിക്ക് ഒരു 5 പൈസ കിട്ടിയിട്ടില്ല. ആരാ ഇടിച്ചോ ഇട്ടേച്ച് പോയെന്ന് പോലും അറിയാൻ പറ്റില്ല. അല്ല, അദ്ദേഹത്തോട് ഒരു മാണിസാറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്, നല്ല ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ്. ഗോപി, ഇത്തരത്തിൽ പ്രായമായ സ്ത്രീകളടക്കമുള്ളവർ, അമ്മമാർ, സഹോദരങ്ങൾ, അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെയും ഇവിടെ ഈ തിരുനക്കര മൈതാനത്ത് കാത്തു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. KM മാണിയുടെ ചിത്രങ്ങൾ അടങ്ങിയ ഇത് സ്ലിപ്പുകളും മറ്റും ഏന്തിക്കൊണ്ടാണ്. മാണിസാറുമായിട്ടുള്ളൊരു നിങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടം എങ്ങനെയാണ്? ആദ്യകാലം തൊട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലം തൊട്ട് പഠിക്കാൻ സ്കൂളിൽ തൊട്ടുള്ള ഒരേ ഒരു പാർട്ടിയിലാണ് കോൺഗ്രസ്. മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസിൻ്റെ കൂടെ ആദ്യകാലം. അങ്ങനെ ഓരോരുത്തരും എങ്ങനെയാണ് മാണിസാറിൻ്റെ ഒരു വേർപാടിനെ നിങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു തീരാനഷ്ടമാണ് മാണിസാറിൻ്റെ വേർപാട്. ഇന്നത്തെ ഈ ഇലക്ഷൻ കാലത്ത് പുള്ളിയുടെ മരണം ഏറ്റവും ദുഃഖകരമായൊരു സംഭവമാണ്. 54 വർഷം 10 തവണയായിട്ട് പാലായെ പ്രതികരിച്ചത് ജനങ്ങളുടെ പിന്തുണ കൂടുതലുള്ളത് കൊണ്ടാണ്. എല്ലാ ആൾക്കാരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയുമാണ്. എങ്ങനെയാണ് മാണിസാറിനോടുള്ളൊരു സ്നേഹം പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? മാണിസാർ രംഗത്ത് പാർട്ടി രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞ ഒരു കാലത്തും പുള്ളി അങ്ങനെ തോറ്റിട്ടുള്ള ഒരാളല്ലായിരുന്നു. നല്ല ഭരണത്തിനും ഭരണകൂടത്തിനും നല്ല യോഗ്യമായ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഭരണം നടത്തുകയും പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം വെറും തൂത്തുമായച്ച് കളയുകയും ചെയ്തിട്ടുള്ള നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു. ഗോപി, ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് ഇവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. അതായത് പ്രായമായ ഒരുപക്ഷെ KM മാണിയുടെ സമശീർഷരായ ആളുകളൊക്കെ തന്നെയാണ് ഇവർ പലരും എന്ന് തന്നെയാണ്. എന്തായാലും ഈ തിരുനക്കര മൈതാനം KM മാണിക്ക് വിട നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 12:30യോടുകൂടി മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയക്രമം ഇപ്പോൾ തന്നെ വൈകിയ സാഹചര്യമുണ്ട്. പക്ഷേ അതിന് ഓരോ കേന്ദ്രങ്ങളിലും ഇപ്പോൾ കടന്നു വരുന്ന കടുത്തുരുത്തി അടക്കമുള്ള മേഖലകളിൽ ഈ വാഹനം നിർത്തിക്കൊണ്ട് കുറച്ച് സമയം അവിടെ പൊതുദർശനത്തിന് അവസരമുണ്ടാകും എന്ന സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പിന്നെയും വൈകാൻ, ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉള്ളൂ എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും തിരുനക്കര മൈതാനം KM മാണിക്ക് അന്ത്യയാത്രാമൊഴി ചൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗോപി, ശ്രീതാണ് തിരുനക്കര മൈതാനത്തുള്ളത്. അനീഷ് വിലാപയാത്രയെ അനുഗമിക്കുകയാണ്. അനീഷ്, ഇപ്പോൾ എവിടെ എത്തി? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, തൃപ്പൂണിത്തറയിലാണ് ഇപ്പോൾ വിലാപയാത്ര എത്തിയിരിക്കുന്നത്. ഇവിടെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. കൊച്ചി മേയറും മുൻ മന്ത്രി കെ ബാബുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിരവധി പേര് ഇവിടെ ഇരിക്കുന്നു. അവർ പുഷ്പഹാരങ്ങളും പുഷ്പചക്രങ്ങളും ഒക്കെ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും വിലാപയാത്ര ആരംഭിച്ച ശേഷം പ്രധാനമായും ആദ്യം ജനങ്ങൾക്ക് നിർത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് തൃപ്പൂണിത്തറയിലാണ്.
തന്നെയാണ്. മറ്റ് ഈ വിലാപയാത്ര കടന്നു വന്ന വഴികളിലൊക്കെയും നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. അവിടെയൊക്കെ കാര്യമായ വാഹനം നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കിയിരുന്നില്ല. സാവധാനത്തിൽ വാഹനം കടന്നു പോവുകയും അവർ മാണിസാറിനെ ഒരു നോക്ക് കാണുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ തൃപ്പൂണിത്തുറയിൽ നിർത്തിയിട്ട് ആളുകൾക്ക് മുഴുവൻ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി പേരാണ് ഇവിടെ തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിർത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നതുകൊണ്ട് തന്നെ ഒരു 2 മണി കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ഈ വാഹനം കോട്ടയത്ത് എത്തിച്ചേരില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും കരുത്തനായ നേതാവാണ് മാണി സാർ. മധ്യ തിരുവിതാംകൂറിൻ്റെ മർമ്മഭാഗങ്ങളിലൂടെയാണ് ഇനി ഈ വാഹനം, ഈ വിലാപയാത്ര, കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അവസാന യാത്ര കൊച്ചിയിൽ നിന്നും തൻ്റെ മാതൃഗൃഹമായ കോട്ടയത്തേക്കുള്ള യാത്ര നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈക്കം മുതൽ അങ്ങോട്ട് കൂടുതൽ പ്രവർത്തകരുടെ ബാഹുല്യം, കൂടുതൽ വൈകാരികമായ വിടവാങ്ങൽ തുടങ്ങിയവയൊക്കെ കാണും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് നേരത്തെ കണക്കുകൂട്ടിയ നിശ്ചിത സമയക്രമത്തിനുള്ളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിരവധി പേരാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനായി, അന്തിമോപചാരം അർപ്പിക്കാനായി ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ എത്തിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. വാഹനത്തിൽ നേതാക്കളെല്ലാം ഉണ്ട്. കെ എം മാണിയുടെ അടുപ്പമുള്ള നേതാക്കൾ എല്ലാം ഉണ്ട്. വലിയ ഒരു സ്നേഹാദരങ്ങൾ, ജനങ്ങൾ തങ്ങളുടെ എല്ലാ സ്നേഹവും പ്രിയ നേതാവിനോട് പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ പ്രധാന നേതാക്കളും കെ എം മാണിയെ അനുഗമിക്കുന്നുണ്ട്. പീസ് തോമസ് അടക്കം കെ എം മാണിയുടെ ശ്രേണിയിൽ വന്ന, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലൂടെ വന്ന് പല വഴികളായി പിരിഞ്ഞുപോയ ആളുകൾ അടക്കമുള്ള ആളുകൾ തങ്ങളുടെ പ്രിയ നേതാവിന് യാത്രാമൊഴി നൽകാൻ, ആ അവസാന യാത്രയെ അനുഗമിക്കാൻ വേണ്ടി ഈ വാഹനത്തിനൊപ്പമുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ ഈ പ്രത്യേകം തയ്യാറാക്കിയ KSRTC വാഹനത്തിനുള്ളിലേക്ക് പുഷ്പഹാരവുമായും പുഷ്പചക്രവുമായും കയ്യിലേന്തിയ റോസാദളങ്ങളുമൊക്കെയായി തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും തിരക്ക് ഏറിയതോടുകൂടി ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം അല്പം ഒരു ഭാഗത്തൂടെ കടന്നു പോകുന്നത് നിയന്ത്രിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാന വാതിലിൽ കൂടി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാണി സാറിനെ അവസാനമായി കാണാൻ ആഗ്രഹമുള്ളവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ. എന്തായാലും യാത്ര അല്പസമയത്തിനകം തൃപ്പൂണിത്തുറയിൽ നിന്നും പുനരാരംഭിക്കും. കാരണം അനിശ്ചിതമായി മുഴുവൻ ആളുകൾക്കും ഒരുപക്ഷെ കെ മാണിയെ ദർശിക്കാൻ, അദ്ദേഹത്തെ കാണാൻ അവസരമൊരുക്കിയാൽ ഈ യാത്ര ഇന്ന് രാത്രിയായാൽ പോലും ഒരുപക്ഷെ കോട്ടയത്ത് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നമുക്കറിയാം, നേരത്തെ നിശ്ചയിച്ചിരുന്നത് 12 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത്, പുളിമൂട് ജംഗ്ഷനിലുള്ള പാർട്ടി ആസ്ഥാനത്ത് കെ എം മാണിയെ അവസാനമായി പാർട്ടി പ്രവർത്തകർക്ക് ദർശിക്കാൻ അവസരം ഒരുക്കും എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു ഓഫീസാണത്. അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം ഒരുപക്ഷെ പാലയിലെ വീട് കഴിഞ്ഞാൽ പിന്നീട് നടന്നത് കോട്ടയം ആസ്ഥാനമാക്കിയാണ്, കോട്ടയത്തെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് പാർട്ടി ഓഫീസിലെ പൊതുദർശനം 12 മണിക്ക് നടത്തും എന്നാണ് അറിയിച്ചിരുന്നത്. തുടർന്ന് 1 മണിയോടുകൂടി അല്ലെങ്കിൽ 12:00-ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന വേദിയായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കെല്ലാം വേദിയായ കേരള കോൺഗ്രസിൻ്റെ ജനനത്തിന് വേദിയായ, പല പിളർപ്പുകൾക്ക് സാക്ഷിയായത്, പല സ്വാധീനം, തൻ്റെ ജനസ്വാധീനം വിളിച്ചറിയിക്കാനായി മറ്റുള്ള മുന്നണികളെ, രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്താനായി അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനങ്ങൾ നടത്തിയ വേദിയായ തിരുനക്കര മൈതാനത്ത് ഇന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം പോവും. തിരുനക്കര മൈതാനത്തിലെ വേദിയിൽ ഒരിക്കൽ കൂടി അദ്ദേഹം നിൽക്കും. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ, ഉച്ചത്തിൽ അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തിയ വേദിയിൽ, അദ്ദേഹത്തിൻ്റെ വൈകാരികമായ പ്രസംഗങ്ങൾ നടന്ന വേദിയിൽ ഇന്ന് അദ്ദേഹം നിശബ്ദനായി കിടക്കും. അദ്ദേഹത്തെ നിശബ്ദനായാണ് ഇന്ന് അദ്ദേഹം ജനങ്ങളെ കാണുക. ജനങ്ങൾക്ക് അദ്ദേഹം നിശബ്ദനായ ഒരു കെ എം മാണിയാണ് ഇന്ന് തിരുനക്കര മൈതാനത്ത് കാണാനാവുക. അത് 1 മണിയോടെയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇന്ന് 1 മണിക്ക് ഒരുപക്ഷെ കോട്ടയം ജില്ലയുടെ അതിർത്തിയിലേക്ക് പോലും ഈ വിലാപയാത്ര വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നും വാഹനം പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ കഴിയാതെ, അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയാതെ നിരവധി ആളുകളുണ്ട്. കാരണം ഈ സമയക്രമം പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. എല്ലാവരെയും അന്തിമോപചാരം അർപ്പിക്കാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ സന്ധ്യയായാൽ പോലും ഇന്ന് കോട്ടയത്തെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായ അവസ്ഥയിൽ ഈ ഇവിടുത്തെ നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ കൊടുക്കാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇതാ
കോട്ടയത്തേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകിക്കൊണ്ട്